ഓഫ് റോഡിങ് ടെക്നിക്കലി പഠിപ്പിക്കാൻ ഒരുപാട് പേര്, അതായത് ശരിക്കും ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയാൻ ഇല്ലായിരുന്നു. ഇന്ന് ഞങ്ങൾ നടത്തുന്നുണ്ട് ടെക്നിക്കൽ ഓഫ് റോഡിങ്, പ്രോപ്പർ ഓഫ് റോഡിങ്, വണ്ടി നശിപ്പിക്കാതെ എങ്ങനെ ഓഫ് റോഡ് ചെയ്യാം എന്ന് ഞങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഏതൊരാളും ഇന്നൊരു താറും ജിമ്നി ഉള്ള ആളൊക്കെ അവർ വിചാരിക്കുന്നത് ഞാനൊരു ഓഫ് റോഡറാണ്. 2 തവണ ട്രെയിനിൽ പോകുമ്പോഴത്തേക്കും അവർ വിചാരിക്കും ഞാൻ ഓഫ് റോഡറാണ്. അങ്ങനെ കുറേ പേര് സോഷ്യൽ മീഡിയയിൽ റോങ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അതായത് ചിലർക്ക് ട്രെയിലുകൾ ഭയങ്കരമായിട്ട് ഉണ്ടാവും അവരുടെ നാട്ടിൽ. അവർ വണ്ടി വെച്ച് എന്നും റീലിടും, വണ്ടി നശിപ്പിച്ച് പണ്ടാറടക്കിയിട്ടാവും. കാരണം ഇതൊക്കെ കോംപ്രമൈസ് ചെയ്യാൻ പോണ ചിലപ്പോൾ ഏതെങ്കിലും സമയത്ത് ഇവന് ഈ വണ്ടി റോഡിലെടുത്ത് ഓടിക്കുമ്പോഴായിരിക്കും. ഇവന്റെ ഇമ്പാക്ട് അറിയാൻ പോണ റോഡിലിട്ട് ഓടിക്കുമ്പോൾ ചിലപ്പോൾ ടൈറോഡന്റ് പൊട്ടാം, അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം പൊട്ടി വഴി കിടക്കാം, വീലൂരിപ്പോവാം. ഞാൻ എൻ്റെ വണ്ടി ഓഫ് റോഡ് ഓടിച്ച് റോഡിൽ ഓടിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. അപ്പം വണ്ടി നശിപ്പിക്കാതെ എങ്ങനെ ഓഫ് റോഡ് ഓടിക്കാമെന്ന് പഠിക്കണമെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഞങ്ങൾക്ക് മഡ് ആൻഡ് റോക്ക് എന്ന് പറഞ്ഞൊരു അക്കാഡമി ഉണ്ട്. അതിൽ ബേസിക് ഒബ്സ്റ്റക്കിൾസ് എങ്ങനെയാണ് ഓടിക്കണമെന്ന് ഞങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ എല്ലാം ഓഫ് റോഡിൽ എന്തൊക്കെ ചെയ്യണമെന്നും കോമ്പറ്റേറ്റീവ് ഓഫ് റോഡിങ്ങിൽ വിൻ ചെയ്യണത് എങ്ങനെയാണെന്നും ഞാൻ എൻ്റെ ട്രിക്സ് എന്താണെന്നും എല്ലാ സാധനവും പറഞ്ഞു കൊടുക്കാറുണ്ട്. പിന്നെ ഞാൻ ഈ ഫീൽഡിൽ ഞാൻ വന്നപ്പം എനിക്ക് തുടക്കത്തിൽ ഒരാളും ഒന്നും പറഞ്ഞു തരാനില്ലായിരുന്നു. ഞാൻ എല്ലാം ഓടിച്ച് എൻ്റെ വണ്ടിയുടെ എൻ്റെ കയ്യിലെ കാശ് ഫുള്ള് കളഞ്ഞ്, കയ്യിൽ അന്നുണ്ടായാൽ പറഞ്ഞില്ലേ ആദ്യം അന്ന് വന്നിരുന്ന കാശ് ഫുള്ള് ഞാൻ വണ്ടിയുടെ പുറത്താണ് കളഞ്ഞിട്ടുള്ളത്. അത് ഫുള്ള് കളഞ്ഞാണ് ഞാനിത് ഓരോ തവണ പൊട്ടുമ്പോഴും നന്നാക്കിയിട്ടും വണ്ടിയുടെ സാധനങ്ങൾ അപ്ഗ്രേഡ് ചെയ്തും ഞാനിത് പഠിച്ചിട്ടുള്ളത്. ഇന്ന് അങ്ങനെ ഒരാൾ വന്നാൽ ഒരു വണ്ടി എങ്ങനെ ബിൽഡ് ചെയ്യണമെന്ന് ഞാൻ പഠിപ്പിച്ചു കൊടുക്കും. കാരണം ഇന്ന് കേരളത്തിൽ ഇറങ്ങുന്ന ഒട്ടുമിക്ക ഓഫ് റോഡ് വണ്ടികളും എൻ്റെ വണ്ടിയുടെ കോപ്പിയാണ്. ഒട്ടുമിക്കതും എൻ്റെ വണ്ടിക്ക് ഒരു ഡിസൈൻ വരെ എൻ്റെ വണ്ടിയുടെ കോപ്പിയാണെന്നാണ് എൻ്റെ വിശ്വാസം. ഒട്ടുമിക്കതും കുറേ സാധനങ്ങളൊക്കെ ഞാൻ ഓൺലൈൻ കണ്ടുപിടിക്കും. ചിലതൊക്കെ ചില ആൾക്കാരുടെ നിന്ന് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് ഞാൻ തന്നെ തീരുമാനിക്കുമ്പോൾ ഇത് കൊള്ളാം, ഈ ഡിസൈൻ എലമെന്റ്. അങ്ങനെ ഞാനും കോപ്പി അടിച്ചിട്ടുണ്ട്. ഞാനൊന്നും എൻ്റെ തലേന്ന് ഉണ്ടാക്കിയ സാധനമൊന്നുമല്ല. പല സാധനങ്ങളിൽ പിൻട്രസ്റ്റിൽ നിന്നും ഇൻസ്റ്റാഗ്രാമിൽ നിന്നും ഗൂഗിളിൽ നിന്നും ഒക്കെ കിട്ടുന്ന വണ്ടികളുടെ ഡിസൈൻ എൻ്റെ വണ്ടിയിൽ ഇൻകോർപ്പറേറ്റ് ചെയ്ത് ഞാനൊരു സാധനം ഉണ്ടാക്കി. മെക്കാനിക്കലി എങ്ങനെ വണ്ടി ഉണ്ടാക്കണം എന്നുള്ള കാര്യം ഞാൻ നേരത്തെ പഠിച്ചു വെച്ചിരുന്നു. അപ്പോൾ ലൈറ്റ് വെയിറ്റ് ആക്കാൻ മഹീന്ദ്രയുടെ എന്തൊക്കെ സ്പെയർ ഉണ്ടെന്നും പിന്നെ പുറത്തുനിന്ന് എന്തൊക്കെ കിട്ടുന്നൊക്കെ ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പം എൻ്റെ വണ്ടിയിൽ ഓടുന്നത് RCV എന്ന് പറഞ്ഞൊരു അമേരിക്കൻ ബ്രാൻഡിന്റെ ആക്സിലാണ്. 2 ലക്ഷം രൂപയാണ് ആ സെറ്റ് ആക്സിലിന് വില. പക്ഷെ അത് വെച്ചാണ് ഞാൻ ഓടുന്നത്. കാരണം എനിക്ക് ബ്രേക്കേജസ് കുറവാണ്. അപ്പോൾ അതേ സെറ്റ് ആക്സിൽസ് ഞങ്ങൾ ഇവിടെ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇന്ന് എൻ്റെ ആക്സിലിന്റെ ഫസ്റ്റ് ഓർഡർ പോയിട്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. ബോംബെയിലെ ഒരു ടീം അതേ മെറ്റീരിയൽ വെച്ച് ആക്സിൽ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഞങ്ങളൊരു ഇവന്റിന് പാലാറിൽ പോയി. ഇപ്പൊ ഈ ടാറ്റയുടെ ഇവന്റിന്റെ ഈ ടാറ്റയുടെ വീഡിയോ പുറത്തു വരുന്നതിന്റെ 2 ദിവസം മുമ്പ് ഞങ്ങളൊരു ഇവന്റിന് പോയി, ജീപ്പേഴ്സ് ഓഫ് ബാംഗ്ലൂരിന്റെ കൂടെ. എൻ്റെ ജീവിതത്തിൽ ബാക്കി ഉണ്ടായിരുന്ന, അതായത് ഇന്ത്യയിൽ ഇന്ന് ഞാൻ ഓടിക്കാൻ കോമ്പീറ്റ് ചെയ്യാൻ ബാക്കിയുള്ള ഒരു ഇവന്റ് അതാണ് പാലാർ ചലഞ്ച്. കഴിഞ്ഞ 19 വർഷമായിട്ട് നടക്കുന്നുണ്ട്. എന്നോട് അവർ പറഞ്ഞു മലയാളികളാരും ട്രോഫി അടിച്ചിട്ടില്ല എന്നാണ്. പക്ഷെ ഇന്നലെ ഞാൻ ഇവന്റെ ഒരു പരിപാടിക്ക് പോയിരുന്നു. അവിടെ പോയപ്പോഴാണ് പറഞ്ഞു ആദ്യത്തെ പാലാർ ചലഞ്ചിന്റെ വിന്നർ മലയാളികളാണെന്ന്. അത് ഞാൻ ഇന്നലെയാണ് അറിയണത്. അതുവരെ മലയാളികൾ പോഡിയത്തിൽ കയറുന്നത് ഞാൻ കണ്ടിട്ടില്ല. അത് ഞാൻ ഇറങ്ങിയപ്പോൾ മുതൽ മലയാളികളാരും പോഡിയത്തിൽ കയറുന്നത് ഞാൻ അറിഞ്ഞിട്ടില്ല. പുള്ളി അവിടുന്ന് അതിന്റെ നടത്തുന്ന ആളും പറഞ്ഞത് ഫസ്റ്റ് ടൈം ആയിരിക്കും മലയാളികൾ കൊണ്ടുപോകണമെന്ന്. കാരണം ഞാൻ ഇത്തവണ അടിച്ചു അത്. ഈ വീഡിയോ ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് പാലാർ ചലഞ്ച് ഞങ്ങൾ വിൻ ചെയ്തിട്ട് തിരിച്ചു വന്നപ്പോഴാണ് ഈ വീഡിയോ ലോഞ്ച് ആവുന്നത്.